ആരാണാവോ? മൂപ്പരാണല്ലോ. ഹലോ. നീ അവിടെ എത്തിയടി? ഞാനെന്താ ബസ് ഇറങ്ങിട്ട് നടക്കണിക്കാ. എന്താണ്? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നീ മറന്നിട്ടില്ലല്ലോ. ഇനി നമ്മുടെ കുട്ടിന്റെ കല്യാണം നടക്കാനേ ഇതല്ലാണ്ട് നമ്മുടെ മുന്നിൽ വേറെ വഴിയൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അത് പിന്നെ എനിക്ക് അറിയില്ലക്കാ, അതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് തന്നെ ഇങ്ങോട്ട് വന്നത്. ഇനി ഇതറിയുമ്പോ നിന്റെ നാത്തൂൻ എന്ത് പറയണാവോ അല്ലേ? ആര്, റജിയോ? അവളെന്ത് പറയണക്കാ? അവൾ അങ്ങനെ പ്രശ്നക്കാരിയൊന്നും അല്ല. പിന്നെ നമ്മുടെ ഇപ്പത്തെ കാര്യങ്ങൾ അവൾക്കും അറിയണ തന്നെ അല്ലേ. നിങ്ങളൊന്ന് സമാധാനപ്പെടി. ഞാനേ നടന്നതാ വീട് എത്താനായിട്ടോളി. നിങ്ങളൊന്ന് ഫോൺ വെച്ചോളി, ഞാൻ വിളിക്കാം നിങ്ങളെ. ശരി എന്നാ. ആ ഉമ്മ, എന്താ കാട്ടണ്? സൽമേ, വാടി വന്നിരിക്കും ഇങ്ങട്. എന്താ അത് പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട്? ഞാൻ 2 ദിവസമായി വരണം വിചാരിക്കണം ഉമ്മ. വീട്ടില് പെയിന്റിങ്ങിന്റെ പണിക്കാരുണ്ടായിരുന്നേ, അതാ പിന്നെ വരാൻ പറ്റാണ്ടായത്. പെയിന്റ് അടിയൊക്കെ കഴിഞ്ഞു വന്നിട്ട്? ഇന്നലെയും കൂടി ഉണ്ടായിരുന്നു. ഇന്നലത്തോട് കൂടിയിട്ട് അതാ അങ്ങോട്ട് കഴിഞ്ഞു. എന്തപ്പോ മരുമകൻ വന്നില്ല? പണി ഉണ്ടാവനക്കിന്ന്? ഇന്നിപ്പോ പണിയൊന്നും ഇല്ലമ്മ, ഞായറാഴ്ച അല്ലേ. ഇന്നിപ്പോ കല്യാണക്കത്ത് അടിക്കാൻ കൊടുക്കാൻ പോണെന്ന് പറഞ്ഞായിരുന്നു. ഇനിയിപ്പോ അധികം ദിവസങ്ങളും ഇല്ലല്ലോ. അതും ശരിയാ. എന്നിട്ട് കല്യാണം എല്ലാവരെയും വിളിച്ചിട്ട് നല്ല ഗംഭീരത്തിലൊക്കെ കഴിക്കുന്നുണ്ടാ? ഇല്ലമ്മ, അത്ര ഗംഭീരത്തിലൊന്നും കഴിക്കുന്നില്ല. നമ്മുടെ അത്രയും വേണ്ടപ്പെട്ട കുടുംബക്കാരും പിന്നെ കുറച്ച് അയൽവക്കക്കാരനെയും കൂടി വിളിച്ചിട്ട് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് തന്നെ ഇപ്പൊ ഒന്നിനും പൈസ തികയണില്ല. 1-2 ഭാഗത്തൊക്കെ പൈസ ചോദിച്ചു വെച്ചിട്ടുണ്ട് കടായിട്ട്. അവരാണെങ്കിലോ ഇന്ന് തരാം നാളെ തരാന്ന് പറയാന്നല്ലാണ്ട് കയ്യിലേക്ക് ഇങ്ങോട്ട് കിട്ടണമില്ല. ദിവസങ്ങളാണെങ്കിലോ ഇതാന്ന് പറയുമ്പോഴേക്കും പോണുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടണില്ലമ്മ. റെജിനെ ഇങ്ങോട്ട് കാണാനേ ഇല്ല. അവളില്ലേ ഇവിടെ? അവള് അപ്പുറത്ത് തിരുമ്പേ കുളിക്കുകയൊക്കെ ചെയ്യേ തോന്നണം. ബഷീർ വിളിക്കലില്ലമ്മ? അവനൊക്കെ ദിവസവും വിളിക്കുന്നുണ്ട് അവൾക്ക്. ഇടയ്ക്കൊക്കെ എനിക്ക് കൊണ്ടുവന്ന് തരും ഫോണ്. ഇന്നിപ്പോ വിളിച്ചിട്ടില്ല തോന്നണം, കുറച്ച് കഴിയുമ്പോ വിളിക്കായിരിക്കും. എനിക്ക് ഉമ്മാന്റെ അടുത്ത് ഒരു കാര്യം പറയാണ്ടായിരുന്നു. എന്താടി? ഞാനിപ്പോ അതെങ്ങനെ ഉമ്മാന്റെ അടുത്ത് പറയാ? നമ്മളെ നോക്കിയിട്ട് വേറെ ഒരു വഴിയില്ലാത്തോണ്ടാണ്. നീ ഇങ്ങനെ അവിടെയും ഇവിടെയും തൊടാണ്ട് വർത്താനം പറയാണ്ട് കാര്യം എന്താ വെച്ചാ പറയടി. വേറെ ഒന്നും അല്ല അമ്മ, ഈ വീടും സ്ഥലവും ഒക്കെ നമുക്ക് 3 ആൾക്കും കൂടി അവകാശപ്പെട്ടതല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെന്നുണ്ടെങ്കിലേ ഇതിലിപ്പോ എനിക്കുള്ള ഷെയർ ഇപ്പൊ കിട്ടിയ പറഞ്ഞ വലിയ ഉപകാരമായിരുന്നു. നമ്മളിപ്പോ നോക്കിയിട്ട് വേറെ ഒരു വഴി ഇല്ലാത്തോണ്ടപ്പോ ഞാനിങ്ങനെ ചോദിക്കുന്നത്. നിങ്ങൾ ബഷീർ വിളിക്കുന്ന സമയത്തെ ഈ കാര്യം ഒന്ന് അവൻ്റെ അടുത്തൊന്ന് സൂചിപ്പിക്കുവോ? ഇപ്പൊ എല്ലാവർക്കും കിട്ടണതിന് കുറച്ച് കമ്മിയായാലും കുഴപ്പമില്ല. ഇപ്പത്തെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നു പോകാനേ ഈ സമയത്ത് കിട്ടിയ പറഞ്ഞാൽ നമുക്കത് വലിയൊരു ഉപകാരമായിരിക്കും. നിങ്ങളൊന്ന് വിളിക്കുമ്പോൾ അവൻ്റെ അടുത്തൊന്ന് സംസാരിക്കുവോ? നീ എന്താടി ഇങ്ങനെ വല്ല പുറമക്കാരുടെ അടുത്ത് വർത്താനം പറയും പോലെ എൻ്റെ അടുത്ത് പറയണത്? നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്ത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ. ഇതിപ്പോ ഞാൻ അവൻ്റെ അടുത്ത് പറയണമെന്നൊന്നുമില്ല. അവൻ വിളിക്കുന്ന സമയത്ത് നീയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതിയേ. അത് വേണ്ടമ്മ, ഉമ്മനെ അവൻ്റെ അടുത്തൊന്ന് വിളിക്കുമ്പോ പറഞ്ഞാൽ മതി. ശരിന്ന് ഞാൻ തന്നെ പറയാ. താത്ത എപ്പോഴാ വന്ന്? ഞാൻ അപ്പുറത്ത് തിരുമ്പായിരുന്നേ. കൂട്ടം കേട്ടപ്പോ ആരാണാവോ വന്നിക്കണെന്ന് വിചാരിച്ചു. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി റജി. കല്യാണ ഒരുക്കങ്ങളൊക്കെ എന്തായി? അതൊക്കെ അങ്ങനെ ഒരു വഴിക്ക് നടക്കണുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന, ഞാൻ ചായ വെച്ചിട്ട് വരാം. നീ ചായ ഒന്നും വെക്കാൻ നിക്കണ്ട. ഞാൻ നിക്കണില്ല, അടുത്ത ബസ്സിന് തന്നെ അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടാണേ. പിന്നെ എന്തിനാ നിങ്ങൾ വന്ന്? ഉമ്മ, എന്നാ ഞാൻ നിക്കണില്ല കേട്ടോളി, പോട്ടെ അങ്ങോട്ട്. നിങ്ങൾ അവൻ വിളിക്കുമ്പോ കാര്യം പറയും, എന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരാം. നീ പോകുകയാണെന്നുണ്ടെങ്കിലേ തൽക്കാലം ഈ വള കൊണ്ടുവയ്ക്കും. ഇത് കൊണ്ടുപോയിട്ട് നീ വിൽക്കുകയെ പണയം വെക്കുക എന്താ വെച്ചാൽ നിന്റെ സൗകര്യം പോലെ ചെയ്യും. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് വിളിക്കുമ്പോ പറഞ്ഞിട്ടേ നിന്നെ ഞാൻ വിളിക്കാം. എന്നമ്മ ഞാൻ അങ്ങോട്ട് പോട്ടെ കേട്ടോളി, ബസ് വരാനായില്ലേ. റജി, എന്നാ ഞാൻ പോണൂട്ടാ. അമ്മ ശരി എന്നാ. ഉമ്മ എന്ത് പണിയാ കാട്ടിയത്? നിങ്ങൾ എന്തിനാ താത്താക്ക് ആ വള ഊരി കൊടുത്തത്? ഷാഹിനാന്റെ കല്യാണത്തിന് ഇപ്പൊ 1 മാസം കൂടിയല്ലേ ഉള്ളൂ. കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട് 1-2 ഭാഗത്തൊക്കെ പൈസ ചോദിച്ചു വെച്ചതൊന്നും കിട്ടിയിട്ടില്ല അത്രേ. ആകെ ബേജാറായിട്ട് നടക്കുകയാണ് ഇവള്. എന്റെ ഇപ്പൊ വേറെ എന്താ കൊടുക്കാന്? അതപ്പൊ ഞാൻ ആ വള ഊരി കൊടുത്തത്. അതിന് കിട്ടുന്ന പൈസക്ക് എന്താ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ടേ. പിന്നെ ബഷീർ വിളിക്കുമ്പോ എനിക്കൊന്ന് ഫോൺ തരണം കേട്ടോ. അവൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അല്ല, ഈ വീടും സ്ഥലവും ഒക്കെ തറവാട് മുതലല്ലേ 3 മക്കൾക്ക് അവകാശപ്പെട്ടത്. അതിലിപ്പോ ആ സൽമാക്ക് ഉള്ള ഷെയറേ ഇപ്പൊ തന്നെ അങ്ങോട്ട് കൊടുത്തു പറഞ്ഞ അവർക്ക് അതൊരു സഹായമാകും എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതൊന്നും അവൻ്റെ അടുത്തൊന്ന് പറയട്ടെ പറഞ്ഞാ ഞാൻ. ഉമ്മ, ഞാൻ അറിയാണ്ട് ചോദിക്കാണ്. നിങ്ങൾ 2 പെൺമക്കളെ മാത്രം പ്രസവിച്ചിട്ടുള്ളൂ. എന്റെ ഇക്കാക്ക് ഇവിടെ ഒരു സ്ഥാനവും ഇല്ലേ. എപ്പൊ നോക്കിയാലും കയ്യിലുള്ളതൊക്കെയും പെൺമക്കൾക്ക് പെൺമക്കൾക്ക് എന്നുള്ള ചിന്ത മാത്രമേ നിങ്ങൾക്കുള്ളൂ. നിങ്ങളുടെ മകൻ അവിടെ മരുഭൂമി കടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടേ കാലം എത്രയായി.
നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ ഈ പെൺമക്കൾക്ക് മാത്രം കൊടുത്തു പറഞ്ഞ അവസാനം നമുക്ക് ഒന്നും ഇല്ലാണ്ടാവുമോ? അത് മാത്രല്ല, ഭാഗം വെക്കലൊന്നും ഇപ്പൊ നടക്കൂല്ല. അതെന്താ നടക്കാണ്ട്? അതെന്താന്ന് നിങ്ങൾക്ക് അറിയണത് തന്നെയല്ലേ? തറവാടിന്റെ ആധാരം പണയം വെച്ചിട്ടല്ലേ വീട് പുതുക്കി പണിയാൻ വേണ്ടിട്ട് ലോൺ എടുത്തത്. ഇനിയിപ്പോ ഭാഗം വെക്കണമെന്നുണ്ടെങ്കിൽ ആ ആധാരം പണയത്തിൽ നിൽക്കണ്ടേ? അപ്പൊ അത് അവന്റെ അടുത്ത് സംസാരിക്കാൻ തന്നെയാണ് അവള് പറഞ്ഞിട്ട് പോയതേ. അതിപ്പോ ഇക്കാലത്ത് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ എന്തായാലും അത് നടക്കില്ല. നീ ഇങ്ങനെ പിടിവാശിയും കൊണ്ട് നിന്ന് എങ്ങനെ ശരിയാവുക? ആ കുട്ടിന്റെ കല്യാണക്കാരിയല്ലേ? എന്തമ്മാ നിങ്ങക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല? ഈ ആധാരം എടുക്കണമെന്നുണ്ടെങ്കിൽ 8 ലക്ഷം റുപ്യ വേണം. ഇത്രയും പൈസ പെട്ടെന്ന് ഇപ്പൊ ഇക്ക എവിടുന്ന് പോയി ഉണ്ടാക്കുക? നിന്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണമൊക്കെ ഇല്ലേ? അത് പണയം വെച്ചിട്ട് എടുക്കാൻ പറയ്. ഇനിയിപ്പോ എന്റെ കയ്യിലുള്ള സ്വർണം കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരക്കുട്ടിനെ കെട്ടിക്കാൻ നടന്നോളി. ഞാൻ നിന്റെ അടുത്ത് ഒന്നും പറയാൻ വരുന്നില്ല റജീന. നിനക്ക് പറ്റിയെങ്കിൽ അവൻ വിളിക്കുന്ന സമയത്ത് ഈ കാര്യം പറയും. ഇനിയിപ്പൊ അത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ പറയുകയും വേണ്ട. അവൻ എന്നെ വിളിക്കുമല്ലോ, അപ്പൊ ഞാൻ പറയാ. എന്നിട്ട് അവൻ തീരുമാനിക്കട്ടെ എന്താ വേണ്ടതെന്ന് വെച്ചാ. എന്റെ സ്വർണം ഞാൻ ഒന്നിനും തരില്ല. ഇനി അത് കണ്ടിട്ട് ആരും വെള്ളമിറക്കിയിരിക്കണ്ട. അപ്പൊ ആധാരം എടുക്കണ്ടേ? നിങ്ങളുടെ കയ്യിൽ പൈസ കിട്ടിയിരിക്കണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു കൊടുത്തോളി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അത് എടുക്കാന്ന് പറഞ്ഞതല്ലേ നിന്റെ അടുത്ത്. അപ്പൊ നിനക്കത് പറ്റിയില്ല. ആ പൈസക്ക് മുഴുവൻ നീ സ്വർണം വാങ്ങിക്കൂട്ടി. ഞാൻ സ്വർണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആവശ്യത്തിനാണ്, അല്ലാണ്ട് എന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനല്ല. നിങ്ങളുടെ ഉമ്മാക്കേ പെൺമക്കളുടെ അടുത്ത് മാത്രം സ്നേഹമുള്ളൂ. എന്ത് കിട്ടിയാലും പെൺമക്കൾക്ക് മാത്രം കൊണ്ടുപോയി കൊടുക്കണം, ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഉമ്മാക്ക്. എന്തേ, നിങ്ങൾ എന്താ ഉമ്മാന്റെ മകനല്ലേ? നീ ഇപ്പൊ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. തൽക്കാലം ആ സ്വർണം പണയം വെക്കാൻ നോക്ക്. ഇപ്പൊ അവളുടെ കാര്യങ്ങളും നടക്കട്ടെ. എന്റെ സ്വർണം തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല. ഇനി അതിന്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ വിളിക്കാനും നിൽക്കണ്ട. ഉമ്മാക്കും മകൾക്കും എന്നെ ഇക്കാനും തമ്മിൽ തെറ്റിച്ചപ്പോ സമാധാനമായില്ലേ? ഇനി എന്റെ സ്വർണം കിട്ടുന്നത് നിങ്ങൾ സ്വപ്നം കാണണ്ട. പേരക്കുട്ടിന്റെ കല്യാണം നിങ്ങൾ നടത്താണ്ടിരിക്കുക എന്താന്ന് വെച്ചാ ചെയ്യും. എന്താ ഇമ്മ? ബഷീറിന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ കാര്യങ്ങള് പറയുകയൊക്കെ ചെയ്തടി. എന്താണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോ ചോദിച്ചപ്പോ, ആധാരം ബാങ്കിലല്ലേ, അത് എടുക്കണമെന്നുണ്ടെങ്കിൽ റെജീനാന്റെ സ്വർണം പണയം വെക്കേണ്ടി വരും. അവളാണെങ്കിൽ അതിന് സമ്മതിക്കണമില്ല. അവൻ എന്താ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത്? അവൻക്ക് അതിന് കുഴപ്പമൊന്നുമില്ലടി, അവൻ എടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഇവള് സമ്മതിക്കണ്ടേ? എന്താന്ന് എന്നാലും അവൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം. ഞാൻ ഇങ്ങനെയൊന്നും അല്ല അവളുടെ വിചാരിച്ചത്. അത് അങ്ങനെ ഒരു സാധനമാണ്. ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നീ എന്താ ചെയ്യാൻ പോണ്? വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ, അല്ലാണ്ട് ഇപ്പൊ എന്താ കാട്ടുന്നത്? നോക്കിയിട്ട് എന്നാലേ വിളിക്ക എന്നെ കേട്ടോ. ആ, ശരി. ഉമ്മ, റജി എവിടെ? അവളിത് അവിടെ ഉണ്ട്. എന്തേ? എന്നാ അവളിനെ ഇങ്ങോട്ട് വിളിക്ക്. എന്താടി, എന്താ കാര്യം? അതൊക്കെ ഞാൻ അവളുടെ അടുത്ത് പറയാം. അവളുടെ അടുത്ത് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറയും. എന്താ ഈ പെണ്ണ്, നീ കാര്യം പറയടി. സൽമ താത്താക്ക് ഷെയർ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആരാ? ഇവളാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഷെയർ കൊടുക്കണ്ടെന്നൊന്നും ഞാൻ ആരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്റെ സ്വർണം തരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നീ നിന്റെ സ്വർണം കൊടുക്കാണ്ടിരിക്കേ എന്താന്ന് വെച്ചാ ചെയ്യേ. അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല. ആധാരം അവനല്ലേ പണയം വെച്ചിരിക്കുന്നത്, അപ്പൊ അവനത് എടുത്ത് തന്നെ പറ്റുള്ളൂ. ആധാരം പണയം വെച്ചിട്ടുണ്ടെങ്കിലേ അതിന്ന് കിട്ടിയ കാശ് എന്റെ വീട്ടിൽ കൊണ്ടേ കൊടുക്കാനൊന്നല്ല, ഈ വീട് പുതുക്കി പണിയാൻ തന്നെയാണ് ഇറക്കിക്കുന്നത്. ആയിക്കോട്ടെ, അതിന് ഈ വീട് അവനക്ക് തന്നെയല്ലേ കിട്ടാൻ പോണത്. അപ്പൊ ആധാരം എടുക്കേണ്ട ഉത്തരവാദിത്വം അവന്റെ തന്നെയാണ്. ഉമ്മ, ഇനി ബഷീർ ആധാരം എടുത്താലും ശരി എടുത്തില്ലെങ്കിലും ശരി, കല്യാണത്തിന് മുമ്പ് സെൽമത്താത്താക്കുള്ള ഒരു കൊടുത്തേ പറ്റുള്ളൂ. അവനക്കൊരു ആവശ്യം വന്നപ്പോ നമ്മൾ ആധാരം പണയം വെക്കാൻ രണ്ടാളും സമ്മതിച്ചില്ലേ? പറ്റില്ല എന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞോ? എന്നിട്ട് നമുക്കൊരു ആവശ്യം വന്നപ്പോ ഇവള് തനി സ്വഭാവം എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ബഷീർ വിളിക്കുമ്പോഴേ താത്താക്കുള്ള പൈസ എത്രയും പെട്ടെന്ന് റെഡിയാക്കി വെക്കാൻ പറഞ്ഞോളി. എന്നാ ഞാൻ പോകുകയാണ് കേട്ടമ്മ.